ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോയറ്റിക് ഡിവൈസിനെ പറ്റിയാണ്. പോയറ്റിക് ഡിവൈസിനകത്ത് ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിമിലിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടുണ്ട് സിമിലി എന്താന്ന് നോക്കാം. എ സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് കമ്പയർസ് ടു അൺലൈക്ക് തിങ്സ് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ്. അതായത് സിമിലി എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സാമ്യതയല്ലാത്ത വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുകയാണ്. എന്തുപയോഗിച്ച്? ലൈക്ക്, ആസ് എന്നീ പദങ്ങൾ ഉപയോഗിച്ച് കമ്പാരിസൺ നടത്തുന്നതാണ് സിമിലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, ദ പാക്കേജ് ഈസ് ആസ് ലൈറ്റ് ആസ് എ ഫെദർ. ഇവിടെ പാക്കേജിനെ ഒരു തൂവലിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റും ആസ് എന്ന് കാണാൻ പറ്റും. ലൈഫ് ഇസ് ലൈക്ക് എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ്. ജീവിതത്തെ ഒരു ബോക്സ് ഓഫ് ചോക്ലേറ്റ്സിനോട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അവിടെയും ലൈക്ക് കാണാൻ പറ്റും. ഷീ റാൻ ലൈക്ക് ദ വിൻഡ്. ആ ഒരു സ്ത്രീയുടെ ഓട്ടത്തെ കാറ്റിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് ലൈക്ക് കാണാൻ പറ്റും. ദ റൂം വാസ് ആസ് കോൾഡ് ആസ് ഐസ്. ആ ഒരു മുറി എന്താണ്? ഐസ് പോലെ തണുത്ത ഒരു മുറിയാണെന്ന് പറയാണ്. അടുത്ത്, കിറ്റി ഈസ് ആസ് പ്രൗഡ് ആസ് എ പീകോക്ക്. കിറ്റി എന്നാണ്, കിറ്റിയുടെ ആ ഒരു പ്രൗഡ്നെസ് ഒരു പീകോക്കിനെ പോലെയാണെന്നാണ് പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. മൈ അങ്കിൾ ഈസ് ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ് വിത്തൗട്ട് ഹിസ് സ്പെക്ടക്കിൾസ്. അങ്കിളിനെ ഒരു ബാറ്റിനോട് ഉപമിച്ചിരിക്കുകയാണ്. അവിടെ ആസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇവിടെ എന്താണ്? കണ്ണാടി ഇല്ലാതെ എൻ്റെ അങ്കിൾ ഒരു ബാറ്റിനെ പോലെയാണ്. ഈസ് ആസ് ബ്ലൈൻഡ് ആസ് എ ബാറ്റ് വിത്തൗട്ട് ഹിസ് സ്പെക്ടക്കിൾസ്. രണ്ടാമതായിട്ട്, ഹെർ വോയിസ് ഇസ് ആസ് സ്മൂത്ത് ആസ് സിൽക്ക്. അവളുടെ ശബ്ദം സിൽക്ക് പോലെ മൃദുലമാണ്. അവിടെ ഒരു കമ്പാരിസൺ നടക്കുകയാണ്. ദിസ് ഷോൾ ഇസ് മെയ്ഡ് ഫ്രം വെരി ഫൈൻ മെറ്റീരിയൽ. ഇറ്റ്സ് ആസ് ലൈറ്റ് ആസ് എ ഫെദർ. ഇവിടെയും കാണാൻ പറ്റും ഷോള് വളരെ ഫൈൻ ആയിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫെദർ പോലെ ലൈറ്റ് ആണ്. ലാസ്റ്റ് വൺ, ഷീ സീംസ് ടു ബി ആസ് ബ്രൈറ്റ് ആസ് എ ബട്ടൺ. അതേപോലെ തന്നെ അടുത്ത പറയുന്നുണ്ട് എന്താണ്? ആ ഒരു അവള് എന്താണ്? ഒരു ബട്ടൺ പോലെ ബ്രൈറ്റ് ആണ്. ഇപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും രണ്ട് അൺലൈക്ക് ആയിട്ടുള്ള തിങ്സിനെ തമ്മിൽ ലൈക്ക് ഓർ ആസ് എന്ന രണ്ട് വേർഡ്സ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സിമിലി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ കവിതകളൊക്കെ വായിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ചില സെന്റൻസുകൾ വായിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, കവിതകളിനകത്ത് ലൈക്കോ ആസോ നമുക്ക് കാണുവാണെങ്കിൽ നമ്മളത് ക്ലിയർ ആയിട്ട് നോക്കി മനസ്സിലാക്കുന്നത് സിമിലി ആണോ എന്ന് മനസ്സിലാക്കുക. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റഫർ എന്താണെന്നാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു എവ്രി വൺ. താങ്ക് യു സോ മച്ച്.